Good morning to all. Good morning. Good morning, ma'am. Good morning, ma'am. Okay, morning. Start here, Namka. Start with prayer, thought of today, and signing. Okay, start with Ruta. Good morning, everyone. I'm Shruti Suresh. Dear Lord, help me through my education. I want to better myself and grow in my career. Give me the strength to do so. Help me through all my classes and course. Help me keep focus and never lose heart. Thank you. Okay, and then thought of today, you're signing. എന്താണ് ആരും ക്ലാസ്സിലില്ല? Once again, good morning. I'm Shruti Suresh. You are all welcome to our today's class. I'm so happy to see you together here. I hope the class will be more interesting. I hope you will enjoy the class. Welcome Ashwati ma'am for today's class. Thank you. Okay. Good morning, all. Thought of the day. Every day is a new beginning. Take a deep breath, smile, and start again. Thank you. Okay, so let's start today's class. Okay, നമുക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നമ്മൾ അത്യാവശ്യം ചാപ്റ്റേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ എടുക്കാനുള്ള പോർഷൻസ് 9 to I think 14 chapters ആണ്. അതില് 10th chapter നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, പ്രപ്പോസിഷൻ കംപ്ലീറ്റ് ചെയ്താണ്. So let's moving on the next chapter 12. Okay, unit 12 participle. നമ്മുടെ ടെൻസ് പഠിച്ചപ്പോ ഓൾറെഡി പഠിച്ചതാണ് പാർട്ടിസിപ്പിൾ എന്താണെന്ന്, അല്ലെ? ആർക്കെങ്കിലും അറിയോ പാർട്ടിസിപ്പിൾ? B3. Yeah. എന്താണ് പാർട്ടിസിപ്പിൾ എന്താണ്? V3 form അല്ലേ മാം? ഇതോ നിങ്ങളോടാണോ പറഞ്ഞേ? Ma'am B3 അല്ലേ? V3 ആണ്. Yeah. V3 ആണെന്ന് പറയാം. പിന്നെ ഏതാണ് ഈ ടെക്സ്റ്റ്? എല്ലാവരും ടെക്സ്റ്റ് ഉണ്ടല്ലോ അല്ലെ? അപ്പോ പാർട്ടിസിപ്പിൾ ചാപ്റ്റർ നോക്കുക. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത് പറഞ്ഞേ. എല്ലാവരും ഓക്കെ, ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചു നോക്കാം. ഒരുപാട് വലിയ ചാപ്റ്റേഴ്സ് ഒന്നുമില്ല. ആ കാണുന്ന ഫസ്റ്റ് ചാപ്റ്റേഴ്സ് ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊന്ന് ജസ്റ്റ് നോക്കാം. അതിനുശേഷം നിങ്ങൾക്ക് എന്താണ് മനസ്സിലായതെന്ന് ക്ലാസ്സിൽ ഒന്ന് പറയാം. കാരണം നമ്മൾ ഓൾറെഡി അറിയാവുന്ന ഒരു പോർഷൻ കൂടിയാണ്, അതുകൊണ്ടാണ് നിങ്ങളോട് നോക്കാൻ പറഞ്ഞത് കേട്ടോ. നന്നായിട്ട് വായിച്ചു നോക്കണേ. പക്ഷെ എന്താണ് മനസ്സിലായത് അത് ക്ലാസ്സിൽ ഒന്ന് എന്നോട് പറയണം എല്ലാവരും. ഓക്കെ, റെഡി? ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, യൂസ് മലയാളം. ഇംഗ്ലീഷിൽ മാക്സിമം ഇംഗ്ലീഷ് തന്നെ സംസാരിക്കാൻ നോക്കാം. ഓക്കെ, കഴിയുമ്പോൾ പറയൂ. Take on time. ഓക്കെ, അസീന ഇപ്പൊ ജോയിൻ. എല്ലാവരും ഒരു കാര്യം പറയാം കേട്ടോ. 7:30 എല്ലാവരും ക്ലാസ്സിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ? അത് മാം എനിക്കൊരു കോൾ ജോയിൻ ചെയ്യാൻ കയറിയപ്പോഴേക്ക് ഒരു കോള് വന്നേ, അപ്പൊ അതുകൊണ്ടായിരുന്നു. ഈ ഹെൽത്ത് സെന്ററിൽ നിന്ന് വിളിച്ചതായിരുന്നു. കാരണം അത്യാവശ്യം സ്റ്റുഡൻസ് ക്ലാസ്സിലുണ്ട്, പക്ഷേ എല്ലാവരും വരുന്ന ടൈമാണിത്.
10:40, 10:35 ആകുമ്പോഴേക്കാണ് എല്ലാവരും ജോയിൻ ആവുക. എല്ലാവരും 10:30 ക്ലാസ്സിൽ പ്രസന്റ് ആയിരിക്കണം. 10:30 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, പ്രയർ ആണെങ്കിലും തൊട്ടത്തിരി ആണെങ്കിലും എല്ലാവരും കംപ്ലീറ്റ് ചെയ്യണം. അതിനുവേണ്ടി സമയം വെറുതെ വേസ്റ്റ് ചെയ്യുന്നുട്ടോ. കാരണം 10:30 ഞാൻ ക്ലാസ്സിലുണ്ട്, പക്ഷെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് എല്ലാവരും തന്നെ കറക്റ്റ് ടൈമിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് യൂണിറ്റ് 12 പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. നമുക്ക് ഓൾറെഡി പാർട്ടിസിപ്പിൾ എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചാപ്റ്റർ നന്നായിട്ട് വായിച്ചു നോക്കുക. എല്ലാവരുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, എല്ലാവരും നന്നായിട്ട് ചാപ്റ്റർ വായിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അതൊന്ന് നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലാസ് എടുക്കാം. ഓക്കെ, മിസ്റ്റേക്ക് വന്നാലും കുഴപ്പമൊന്നുമില്ല. ഇന്നലെ വായിക്കുമ്പോൾ മനസ്സിലാവാത്തവരൊന്നല്ലോ അല്ലെ, വായിക്കാൻ അറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യം കൂടിയാണ്, പെട്ടെന്ന് കണക്ട് ചെയ്യാൻ എളുപ്പമാണ്. പറ്റുന്ന രീതിയിൽ ഒന്ന് പെട്ടെന്നല്ല സമയം എടുത്തോളൂ, പക്ഷെ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിലായത് മാത്രം ക്ലാസ്സിൽ നിന്ന് പ്രസന്റ് ചെയ്യാം. പറ്റുവാണെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ പ്രസന്റ് ചെയ്യാൻ നോക്കാം എല്ലാവരും. ഓക്കെ, റെഡി? ശ്രുതി എല്ലാവരും റെഡിയാണ്. സെക്ഷൻ ഓക്കെ, എല്ലാവരും ചെയ്തേ പറ്റൂ കേട്ടോ. എല്ലാവരെയും വിളിച്ച് ഞാൻ ചോദിക്കും, എല്ലാവരും ചെയ്യണം. ഇത് പേടിച്ച് ക്ലാസ്സിൽ ലെഫ്റ്റ് ആയി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം വരാം, എനിക്കല്ല. ഓക്കെ, അതുകൊണ്ട് നന്നായിട്ട് ചാപ്റ്റർ വായിച്ചു നോക്കാം, ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാം. അത്രയേ ഉള്ളൂ, സിമ്പിൾ. കഴിയുമ്പോ പറയൂ കേട്ടോ, ഞാൻ ഇവിടെ തന്നെയുണ്ട്, ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യാം. അപ്പൊ അതിനുശേഷം പ്രസന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ.
മാം ആ ചാപ്റ്റർ ഫുൾ ആണോ അതേ ആ ഒരു പേജ് ആണോ മാം? ആ ചാപ്റ്റർ വായിച്ചിട്ട് എന്താ മനസ്സിലായി? ഫുൾ മീൻസ് ഒരു ഹാഫ് എങ്കിലും വായിക്കുക, അതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ? ജേണലിലൊക്കെ ഒന്ന് പോകണ്ട കേട്ടോ, ജേണലിലൊക്കെ പോകണ്ട, അതിന് മുൻപ് വേറെ ജസ്റ്റ് വായിച്ചു നോക്കാം. ഓക്കെ, ഓക്കെ. ആതിര, നമ്മളിപ്പോ എടുക്കുന്ന പോർഷൻ 12th ചാപ്റ്റർ ആണ് കേട്ടോ. 12th ചാപ്റ്റർ പാർട്ടിസിപ്പിൾ ആണ്. പാർട്ടിസിപ്പിൾ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു പോർഷൻ കൂടിയാണ്, ടെക്സ്റ്റ് എടുത്തപ്പോ പറഞ്ഞാണ്. അതുകൊണ്ട് ഈ ചാപ്റ്റർ നന്നായിട്ടൊന്ന് വായിക്കുക. ഓക്കെ, ഈ ജുവലണ്ട് വായിക്കണ്ട, അതിന് മുൻപ് വരെ പോർഷൻ നന്നായിട്ടൊന്ന് വായിക്കുക. അതിനുശേഷം എന്താണോ മനസ്സിലായത് ജസ്റ്റ് ഒരു ക്ലാസ്സിൽ ഒന്ന് പ്രസന്റ് ചെയ്യുക. ഓക്കെ, ഇൻ ഇംഗ്ലീഷ് ഓർ മലയാളം. മോസ്റ്റ്ലി ഐ പ്രിഫർ ഇംഗ്ലീഷ്. ഓക്കെ, സോ നന്നായിട്ട് വായിച്ചു കേട്ട് പ്രസന്റ് ചെയ്യാം കേട്ടോ. ലൈക്ക് ക്ലാസ് എടുക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് പ്രസന്റ് ചെയ്യും. ഓക്കെ, റെഡി ആയവര് ഒന്ന് എനിക്ക് ഇൻഫോം ചെയ്യുക, ടെക്സ്റ്റ് ചെയ്യുക, ഞാൻ നിങ്ങളെ വിളിക്കാവുന്നതാണ്, അവർ പ്രസന്റ് ചെയ്യാം കേട്ടോ.
Mom, mom, Yeah, പറയൂ സീന. ഞാനൊന്ന് പറയാൻ നോക്കാം. Okay. പാർട്ടിസിപ്പിൾ എന്നത് ഒരു ക്രിയയുടെ പ്രത്യേക രൂപമാണ്. എ പാർട്ടിസിപ്പിൾ ഈസ് എ സ്പെഷ്യൽ ഫോം ഓഫ് എ വെർബ്. പാർട്ടിസിപ്പിളിന് രണ്ട് തരങ്ങളുണ്ട്. പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ ING ചേർന്ന ക്രിയയാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ. A verb ending in ING is called a present participle. Example, writing, playing, singing. പാസ്റ്റ് പാർട്ടിസിപ്പിള് ചെയ്തു കഴിഞ്ഞ കംപ്ലീറ്റഡ് ആയിട്ടുള്ള രൂപമാണ് പാസ്റ്റ് പാർട്ടിസിപ്പിള്. എ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഈസ് ദ കംപ്ലീറ്റഡ് ഫോം ഓഫ് എ വെർബ്. എക്സാമ്പിൾ, റിട്ടൺ, പ്ലേഡ്, സങ്. ഇതിന്റെ യൂസ് എന്ന് പറഞ്ഞത് പ്രസന്റ് പാർട്ടിസിപ്പിളിന്റെ ഉപയോഗങ്ങള് കണ്ടിന്യൂസ് ടെൻസ് രൂപപ്പെടുത്താന്. ദ ബോയ്സ് ആർ വെയിറ്റിംഗ് ഫോർ ദ ട്രെയിൻ. ഇവിടെ വെയിറ്റിംഗ് തുടർച്ചയായ പ്രവൃത്തി, കണ്ടിന്യൂസ് ആക്ഷൻ കാണിക്കുന്നു. നെക്സ്റ്റ്, അഡ്ജക്റ്റീവായി ഉപയോഗിക്കുന്നത് എ ഡ്രോയിങ് മാൻ ഗ്രാബ്സ് അറ്റ് എ സ്ട്രോ. ഇവിടെ ഡ്രോയിങ് മനുഷ്യനെ ആണ് വിശദീകരിക്കുന്നത്. ഒരേ സബ്ജക്റ്റ് രണ്ട് പ്രവൃത്തികൾ ചെയ്യുമ്പോൾ സീയിങ് ദ പോലീസ്മാൻ ദ തീഫ് റാൻ എവേ. ആദ്യം കണ്ട് സീയിങ് ശേഷം റാൻ ആണ് പിന്നെ വന്നത്. നെക്സ്റ്റ്, രണ്ട് പ്രവൃത്തികളും ഒരേ സമയം നടക്കുമ്പോൾ ഉള്ളത്. ഷീ വെന്റ് ഇൻ ടു ദ ബെഡ്റൂം സിംഗിങ്. പാടിക്കൊണ്ട് അകത്ത് ചെന്നു. അവള് പാടുന്നതും അകത്ത് ചെല്ലുന്നതും ഒരേ സമയം. ആ രണ്ട് പ്രവൃത്തികളും ഒരേ സമയമാണ് നടക്കുന്നത്. അതാണ് അതില്. പിന്നെ സബ്ജക്റ്റ് കോംപ്ലിമെന്റ് ആൻഡ് ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ്. ദ ഗേൾ പ്ലേയിങ് ദെയർ ഇസ് മൈ ഡോട്ടർ. പ്ലേയിങ് ദെയർ പെൺകുട്ടിയെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഒബ്ജക്റ്റ് കോംപ്ലിമെന്റില് ഐ ഹേർഡ് എ ബോയ് സിംഗിങ് എ മെലോഡിയസ് സോങ്. സിംഗിങ് ബാലനെയാണ് വിശദീകരിക്കുന്നത്. സബ്ജക്റ്റ് വ്യത്യസ്തമായപ്പോൾ the examination being over, the girls went on an excursion. പരീക്ഷ കഴിഞ്ഞതിനാല് പെൺകുട്ടികൾ യാത്രയ്ക്ക് പോയി. അവിടെ വ്യത്യസ്തമായിട്ടുള്ള ഇതാണ് കാണിക്കുന്നത്. രണ്ടാമത്തെ എക്സാമ്പിളില് ദ പോലീസ് ഹാവിംഗ് കം ഓൺ ദ സീൻ ദ ട്രബിൾ എൻഡഡ്. പോലീസ് എത്തിയതോടെ പ്രശ്നം തീർന്നു. സിമ്പിൾ പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾസില് വാക്കിംഗ്, വെയിറ്റിംഗ്, ഡാൻസിങ് എന്നിവ സിമ്പിൾ പാർട്ടിസിപ്പിൾസ് ആണ്. ഹാവിങ്, വാക്കിഡ്, ഹാവിങ്, ഡാൻസ്ഡ് എന്നിവ പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾസ് ആണ്. നെക്സ്റ്റ്, പെർഫെക്റ്റ് പാർട്ടിസിപ്പിളില് ഹാവിങ് ഫിനിഷ്ഡ് വർക്ക്, ഐ വെന്റ് ഔട്ട് ഫോർ എ വാക്ക്. ജോലി ആദ്യം തീർത്ത ശേഷം ഞാൻ നടക്കാൻ പുറപ്പെട്ടു എന്ന് പറയുന്നതിൽ ഹെയർ ഹാവിങ് ഫിനിഷ്ഡ് ഷോസ് ദാറ്റ് ദ ഫസ്റ്റ് ആക്ഷൻ ഹാപ്പൻഡ് ബിഫോർ ദ സെക്കൻഡ് ആക്ഷൻ ഗോയിങ് ഔട്ട്. ഫസ്റ്റ് ആക്ഷനിൽ വർക്ക് ഫിനിഷിങ്, സെക്കൻഡ് ആക്ഷനിൽ ഗോയിങ് ഔട്ട്. അത് പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ ആദ്യം പ്രവൃത്തി പൂർത്തിയായി എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് സെന്റൻസില് ഹാവിംഗ് ബീൻ ഹെൽപ്ഡ് ബൈ ഹെർ ടീച്ചർ ദ ബോയ് മേഡ് ഗുഡ് പ്രോഗ്രസ്. അവന്റെ അധ്യാപിക സഹായം നൽകിയിരുന്നതിനാൽ ആ കുട്ടി നല്ല പുരോഗതി കൈവരിച്ചു. അവിടെ ഹാവിംഗ് ബീൻ ഹെൽപ്ഡ് പാസീവ് പെർഫെക്റ്റ് പാർട്ടിസിപ്പിളും
എന്നതാണ്. ഓക്കെ മാം, ഞാൻ അത്രയൊക്കെ ഉണ്ടായുള്ളൂ. ഓക്കെ, ക്ലിയർ. എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട് എന്നാ എന്തൊക്കെയോ ഡൗട്ട്സ് ഉണ്ട് അല്ലെ റസീന? അതെ മാം, എന്തൊക്കെയോ കിട്ടിയപ്പോ വേഗം പറഞ്ഞതാണ്, ഇല്ലെങ്കിൽ പിന്നെ ഇനി അത്. ഓക്കെ, അപ്പൊ ബാക്കി എല്ലാവരും ക്ലാസ് വെക്കുന്നത് ശ്രദ്ധിച്ചിരിക്കും കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാ? ആരെങ്കിലും പ്രിപ്പയർഡ് ആണോ? ഓക്കെ, ഒരു 11 മണി വരെ സമയമുണ്ട്. അതിനുള്ളിൽ ഒരാളെങ്കിലും ക്ലാസ് എടുക്കണം കേട്ടോ. ഓക്കെ, മാം, അതിലൊരു ഡൗട്ട്. പെർഫെക്റ്റ് പാർട്ടിസിപ്പിളില് ഹാവിങ്ങും പാസ്റ്റ് പാർട്ടിസിപ്പിളും അല്ലേ മാം വരുന്നത്? ഹാവിങ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പറയാം ഞാൻ. അത് പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് ഉദ്ദേശിച്ചത് കൊണ്ടാണെന്ന് എനിക്ക് പറയാം കേട്ടോ. ക്ലിയർ ചെയ്യാവേ. അതിൽ ക്ലാസ് എടുക്കട്ടെ. അതെന്താ പറയുന്നത് നോക്കാമല്ലോ നമുക്ക്. ഓക്കെ മാം. ഓക്കെ. ബാക്കി എല്ലാവരും പറയണം കേട്ടോ. ക്ലാസ്സിലുള്ള എല്ലാവരും തന്നെ ക്ലാസ് എടുത്തേ പറ്റൂ. ക്ലാസ് എടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് മനസ്സിലായത് എന്താണെങ്കിലും ബസീന പറഞ്ഞ പോലെ എന്താണെങ്കിലും പറയണം. ഓക്കെ, ഓക്കെ, ശ്രുതി കംപ്ലീറ്റ് ആയോ? റെഡി ആണോ? മാം, ഞാൻ ട്രൈ ചെയ്യാം മാം. എന്തോ? ട്രൈ ചെയ്യാം മാം. ക്ലിയർ ആവുന്നില്ല ഞാൻ പറയുന്നത്? അത്ര ക്ലിയർ അല്ല. ആണോ? അത് മാം ഇപ്പോഴോ?
കേൾക്കാം, കഴിയില്ല, പക്ഷെ നിങ്ങൾക്ക് വോയിസ് ഇത്ര ക്ലിയർ ആണ്. മാം ഇവിടെ കറണ്ട് ഇല്ല, വൈഫൈ ഇല്ല, അതായിരിക്കും. അതാണോ? വോയിസ് വിട്ട് വിട്ടാണോ കേൾക്കുന്നത്? റേഞ്ച് ഇഷ്യൂ ആണോ? എന്തോ? വോയിസ് വിട്ട് വിട്ടാണോ കേൾക്കുന്നത് മാം? ഇല്ല, വോയിസ് വിട്ടല്ല കേൾക്കുന്നത്, പക്ഷെ വോയിസ് ഇത്ര ക്ലിയർ അല്ല. മീൻസ് മാം എന്താണ്? ഞാനൊന്ന് എക്സിറ്റ് ആയിട്ട് ഒന്നുകൂടി കയറി നോക്കട്ടെ. ഓക്കെ. ഓക്കെ മാം. മാം ഇപ്പോഴും പറഞ്ഞോളൂ, കുഴപ്പമില്ല, പറയാം. ഓക്കെ. ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് 2 ടൈപ്സ് ആണ്. ദർ ആർ 2 ടൈപ്സ് ഓഫ് പാർട്ടിസിപ്പിൾ. ഫസ്റ്റ് വൺ ഈസ് present participle, the second one past participle. ഈ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് ING-യിൽ അവസാനിക്കുന്നതാണ്, അതായത് ends with ING. എക്സാമ്പിൾ പറയണമെങ്കിൽ വാക്കിംഗ്, സിംഗിങ്, ഇതൊക്കെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. പിന്നെ നെക്സ്റ്റ് വൺ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇത് അവസാനിക്കുന്നത് ED or EN. ഇത് നമ്മൾ റെഗുലർ വെർബാണ് ഇത്. എക്സാമ്പിൾ പറയണമെങ്കിൽ വാക്ക്ഡ്, റിട്ടേൺ, ഇതൊക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാം. അടുത്തത് യൂസസ് ഓഫ് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതില് കണ്ടിന്യൂസ് ടെൻസിൽ ഈ പ്രസന്റ് പാർട്ടിസിപ്പിൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ദ ബോയ്സ് ആർ വെയിറ്റിംഗ് ഫോർ ദ ട്രെയിൻ. ഇതിൽ ദ ബോയ്സ് ആർ വെയിറ്റിംഗ് എന്നുള്ളത് കണ്ടിന്യൂസ് ടെൻസ് ആണ്. നെക്സ്റ്റ് അതുപോലെ എ ഡ്രോണിംഗ് മാൻ ഗ്രാബ്സ് അറ്റ് എ സ്ട്രോ. അവിടെ എ ഡ്രോണിംഗ് മാൻ ഇത് ഒരു അഡ്ജക്റ്റീവ് ആണ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ആക്ഷൻ, വൺ ആക്ഷൻ ആഫ്റ്റർ അനദർ. അത് എക്സാമ്പിൾ വേണമെങ്കിൽ സീയിങ് ദ പോലീസ് ദ തീഫ് റാൻ. അവിടെ പോലീസ് നോക്കുന്നു, തീഫ് ഓടുന്നു. അതാണ് വൺ ആക്ഷൻ ആഫ്റ്റർ അനദർ. ദ നെക്സ്റ്റ് വൺ ഇസ് ടു ആക്ഷൻ അറ്റ് ദ സെയിം ടൈം. 2 ആക്ഷൻസും ഒരേ സമയത്ത് നടക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ ശിവൻ ഇൻ സിംഗിങ്. അപ്പോൾ അവിടെ 2 ആക്ഷൻ ഒരേ സമയത്ത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിസ്ക്രൈബ്സ് ആൻഡ് നൗൺ. നൗണിനെയാണ് അവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ദ ഗേൾ പ്ലേയിങ് ദാറ്റ് ഈസ് മൈ ഡോട്ടർ. അപ്പൊ ഇവിടെ നൗണിനാണ് അവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ. ഇത് പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് ഒരു ആക്ഷൻ കഴിയുന്നതിന് മുമ്പ് വേറൊരു ആക്ഷൻ ഒരേ സെന്റൻസിൽ, ഒരു ആക്ഷൻ കഴിയുന്നതിന് മുമ്പ് വേറൊരു ആക്ഷനും കൂടി ആ സെന്റൻസിൽ തന്നെ വരുന്നതാണ്. എക്സാമ്പിൾ പറയണമെങ്കിൽ ഹാവിംഗ് ഫിനിഷ്ഡ് വർക്ക് ഐ വെന്റ് ഔട്ട് ഫോർ എ വാക്ക്. അതൊരു എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് യൂസസ് ഓഫ് ദ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ യൂഷ്വലി എൻഡ്. അത് യൂഷ്വലി എന്തിലൂടെ എൻഡ് ആവുന്നത് വെച്ചാൽ ഇവിടെ തന്നിരിക്കുന്നത് IN, ED, D, E, EN or N. ഇതിനാണ് നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട് നമ്മുടെ ടെക്സ്റ്റിൽ. റിട്ടേൺ, സ്പോക്കൺ, ടയേർഡ്, ബോർഡ്, ബ്രോക്കൺ. പിന്നെ നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് ഈ പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ യൂസസ്. അതാണ് ഫസ്റ്റ് വൺ. യൂസ് ടു ഫോം ദ പെർഫെക്റ്റ് ടെൻസ് ആൻഡ് ദ പാസീവ് വോയിസ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഓർ പാസീവ് വോയിസ്. അത് എക്സാമ്പിൾ തന്നേക്കുന്നത് ഐ ഹാവ് പബ്ലിഷ്ഡ് 6 books ഓൺ ഇംഗ്ലീഷ്. ഇതിൽ നമുക്ക് മനസ്സിലായി അത് ഏതാണ് പെർഫെക്റ്റ് ടെൻസ്. ഐ ഹാവ് പബ്ലിഷ്ഡ് 6 books എന്നുള്ളത്. ദ നെക്സ്റ്റ് എക്സാമ്പിൾ, ദ തീഫ് വാസ് അറസ്റ്റഡ് യെസ്റ്റർഡേ നിയർ ദ ബസ് സ്റ്റാൻഡ്. ഇവിടെ
A thief was arrested yesterday. അതാണ്. പിന്നെ പറയുന്നത് യൂസ് ആസ് ആൻ അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് എങ്ങനെയാണ് യൂസ് ചെയ്തേക്കുന്നത്? എക്സാമ്പിൾ, ഹെർ റിട്ടൺ ഫ്രഞ്ച് ഈസ് മച്ച് ബെറ്റർ ദൻ ഹെർ സ്പോക്ക് ഫ്രഞ്ച്. ഇതില് ഹെർ റിട്ടൺ ഫ്രഞ്ച് ഈസ് മച്ച് ബെറ്റർ ദൻ ഹെർ സ്പോക്കൺ ഫ്രഞ്ച്. അതാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് തന്നേക്കുന്നത് നമുക്ക്. പിന്നെ നെക്സ്റ്റ്, യൂസ് ആസ് എ സബ്ജക്റ്റ് കോംപ്ലിമെന്റ്. അതായത് സബ്ജക്റ്റ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഷി ബിക്കേം ടയേർഡ്. അതൊരു എക്സാമ്പിൾ ആണ്. പിന്നെ പറഞ്ഞേക്കുന്നത് ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ് ആണ്. അതിന്റെ എക്സാമ്പിൾ ആണ് വി ഫൗണ്ട് ഓൾ സീറ്റ്സ് ഓക്യുപ്പൈഡ്. മാം അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ ശ്രുതി, എനിക്ക് തോന്നുന്നു അസീനപ്പം തന്നെയാണ് അല്ലെ? ഇതൊക്കെയോ ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? അല്ലെങ്കിൽ മാം ഡൗട്ട്സ് ഉണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. വായിക്കുന്ന സമയത്ത് മനസ്സിലാവുന്നത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. വായിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് തോന്നുന്നുണ്ട്, പക്ഷെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വേറെ രീതിയിലായി പോകും. അത് പറയാനും പറ്റുന്നില്ല. ഓക്കെ ശ്രുതി, ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. Then who's next? Thank you, ma'am. Next ആരാ? Nawa? ആതിര ഓക്കെ ആണോ? ഓക്കെ, പറയൂ. There are two types of participles. Participles രണ്ട് types ഉണ്ട്. First one ആണ് present participle, second one past participle. Present participle എന്ന് പറയുന്നതിന് active participle എന്നും ing participle എന്നും പറയുന്നുണ്ട്. Past participle നെ passive participle എന്നാണ് പറയുന്നത്. A verb is ending in ing is called the present participle. ing ൽ അവസാനിക്കുന്ന verbs-നെ present participle എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, ദ യൂസസ് ഓഫ് പ്രസന്റ് പാർട്ടിസിപ്പിൾ. പ്രസന്റ് പാർട്ടിസിപ്പിൾ എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? യൂസ് ടു ഫോം എ കണ്ടിന്യൂസ് ടെൻസ്. ഒരു കണ്ടിന്യൂസ് ടെൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രസന്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുന്നു. ദ ബോയ്സ് ആർ വെയിറ്റിംഗ് ഫോർ ദ ട്രെയിൻ. ബോയ്സ് ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അത് കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അവിടെ പ്രസന്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്യുന്നു. ബോയ്സ് ആർ വെയിറ്റിംഗ്. വെയിറ്റിംഗ് എന്ന് പറയുന്ന ing ഫോം വന്നു, അപ്പോൾ അത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. നെക്സ്റ്റ് വൺ, യൂസ്ഡ് ആൻ അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റിന്റെ കൂടെ യൂസ് ചെയ്യുന്നു. എ ഡ്രൗണിങ് മാൻ ഗ്രാബ്സ് അറ്റ് എ സ്ട്രോ. അഡ്ജക്റ്റീവ് ഡ്രോണിങ് മാൻ എന്ന് പറയുമ്പോൾ ഡ്രോണിങ് എന്ന് പറയുന്ന ഒരു അഡ്ജക്റ്റീവ് ആണ്. അത് അവിടെ അപ്പം പ്രസന്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്തു. പിന്നെ when two actions by the when two actions by the same subject when two actions by the same subject occur at the same time. രണ്ട് ആക്ഷൻസ് ഒരേ സമയം നടക്കുമ്പോൾ one of them is expressed by the present participle. ഒരെണ്ണം പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയിട്ടായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്. ഷി വെന്റ് ഇൻ ടു ദി ബെഡ്റൂം സിംഗിങ്. അവൾ ബെഡ്റൂമിലേക്ക് പോകുന്നത് പാടിക്കൊണ്ടാണ്. അപ്പോൾ അവിടെ സിംഗിങ് എന്നുള്ളത് രണ്ട് സബ്ജക്റ്റ്, രണ്ട് പ്രവൃത്തി അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണം പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയിട്ട് ഉപയോഗിച്ചു. സിംഗിങ് എന്ന് പറയുന്ന പ്രസന്റ് പാർട്ടിസിപ്പിളോടെ യൂസ് ചെയ്തു. The present participle can function as both the subject complement and the object. Present participle subject complement ആയിട്ടും object complement ആയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ഈ കോംപ്ലിമെന്റ്സ് ആണ്. The girl playing there is my doctor.
ദ ഗേൾ പ്ലേയിങ് ദർ ഈസ് മൈ ഡോക്ടർ. അവർ കളിക്കുന്ന കുട്ടി എൻ്റെ മകളാണെന്ന് പറയുമ്പോൾ അവിടെ പ്ലേയിങ് എന്ന് പറയുന്നതിൽ പ്ലേ എന്നതിൽ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന ING യൂസ് ചെയ്തപ്പോൾ അവിടെ അത് സബ്ജക്ട് കോംപ്ലിമെന്റ്സ്. അതെനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. സബ്ജക്ട് കോംപ്ലിമെന്റ് ഒബ്ജക്ട് കോംപ്ലിമെന്റ് പോയോ? ഇല്ല, പോയിട്ടില്ല. എവിടെ പോവാൻ? ഓക്കെ, ഭയങ്കര ബഹളാണല്ലോ, അതിനിടയിലാണ് സംസാരിച്ചത്. ഓക്കെ, കുഴപ്പമില്ല കേട്ടോ, നമുക്ക് പറയാം. ഓക്കെ, ആ പിന്നെ അത് മിസ് പറഞ്ഞോ കോംപ്ലിമെന്റ്? എനിക്ക് മനസ്സിലായില്ല പറയാം. മിസ്. മറ്റേ ക്ലാസ് എടുക്കാൻ പറ്റില്ലായിരുന്നോ? മറ്റേ ഫോണിക് സൗണ്ട്. ഞാൻ ഇന്നലെ ക്ലാസ്സിൽ കയറി ഹോസ്പിറ്റലിൽ പോയേക്കായിരുന്നു, അതുതന്നെ ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല. ഓക്കെ, നമുക്ക് എടുക്കാം. റെഡിയാണോ? ആ പറയാട്ടോ, ആ എന്തായാലും എടുക്കാം. ഓക്കെ, ഇനി ആരെങ്കിലും റെഡിയാണോ? റെഡിയാണോ ഇനി ചോദ്യമൊന്നുമില്ല കേട്ടോ, ഞാൻ വിളിക്കുകയാണ്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, അറിയാവുന്ന ഞാൻ പറയാം. അറിയാവുന്ന മാത്രം പറയാം. Okay. Participle. There are two types of participle: present participle, past participle. Present participle, also known as active participle or ING participle. A verb ending ING is called present participle. Example: writing, playing, walking, singing, dancing. Past participle, also known as passive participle. A verb usually ending in ed, d, t, en or n is called past participle. Example: written, spoken, tired, bored, broken. ഇനി അതിന്റെ യൂസസ്. The uses of present participle. Used to form a continuous tense. ഇത് കണ്ടിന്യൂസ് ടെൻസിൽ നടക്കുന്നതാണ്. എക്സാമ്പിൾ: the boys are waiting for the train. ബോയ് ട്രെയിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. യൂസ്ഡ് ആൻഡ് അഡ്ജക്റ്റീവ്. ഇത് അഡ്ജക്റ്റീവിൽ വരുമ്പോ എ ഡ്രൗളിംഗ് മാൻ ഗ്രാസ്പ് അറ്റ് എ സ്ട്രോം. When two action by the same subject, one following the other, are referred to the earlier action expressed by the present participle, seeing the policeman. അതായത് രണ്ട് ആക്ഷനിൽ ഒരേ സമയം നടക്കുന്നതാണ് ഇവിടെ പറയുന്നത്. When two action by the same subject occur at the same time, one of them is expressed by the present participle. ഇത് present participle നടക്കുന്നതിന് എക്സാമ്പിൾ ആണ്. She went into the bedroom singing. അവള് ബെഡ്റൂമിൽ പാടിക്കൊണ്ട് നടക്കുന്നു. The present participle can function as both the subject complement. ഇനി സബ്ജക്ട് കോംപ്ലിമെന്റിൽ വന്നത് the girl playing therein my daughter. ആ കളിക്കുന്നത് എൻ്റെ മകളാണ്. When the subject of two sentences. ഇനി രണ്ട് സബ്ജക്റ്റിൽ രണ്ട് സെന്റൻസ് ആയിട്ട് വരുന്നത്. The examination being over, the girl went on excursion. The police having come on the sense the trouble ended. മിസ് അത്ര എനിക്ക് അറിയാമോ? ഓക്കെ ശരി, താങ്ക് യു മാം. ഇനി ആരാന്നല്ല വിളിക്കാം. മാം, ഓക്കെ, തനിച്ചിരാ പറയാം. മാം എനിക്ക് അറിയുന്ന പോലെ പറയാം. Present participle. A present participle is a verb form that ends in ing and is used to show a continuous action. പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ ING ഫോം നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തിക്കാണ് പറയുന്നത്. റണ്ണിങ്, ഈറ്റിംഗ്, റീഡിംഗ്. എക്സാമ്പിൾ: ഐ ആം റീഡിംഗ്, ഷി വാസ് പ്ലേയിങ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് past participle is the third form. It usually used to show a complete action. ed, en, is വല്ലതും ചേർക്കുന്നതിനാണ് ഇങ്ങനെ പറയുന്നത്. എക്സാമ്പിൾ: she had gone. അവൾ പോയിരുന്നു. the work is done. ജോലി ചെയ്തിരിക്കുന്നു. eaten, written ഇവയൊക്കെ അതിൽ വരും. അടുത്തത്
Perfect participle is a special form of ഒരു പ്രവൃത്തി മറ്റൊരു പ്രവൃത്തിക്ക് മുമ്പ് പൂർത്തിയാക്കുന്നതിനാണ് പറയുന്നത് having eaten, having finished. The police having come on the scene, the trouble ended. പോലീസ് സംഭവ സ്ഥലത്തെത്തിയതിനു ശേഷം പ്രശ്നം തീർന്നു. ഒരു പ്രവൃത്തി മറ്റൊരു പ്രവൃത്തിക്ക് മുമ്പ് പൂർത്തിയാക്കുന്നതിനാണ് പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. ഞാൻ ചുരുക്കിയിട്ട് എഴുതിയിട്ടുള്ള എനിക്ക് കൂടുതൽ മനസ്സിലായിട്ടില്ല, അത് ഡൗട്ടാണ്. ഡൗട്ട് ഉണ്ട്. ഓക്കെ തൻസീറ. Then next Sneha. Hospital ആണ്. It's okay. Then Rachel. ആണോ? Okay Sneha. മാം പറയൂ Rachel. പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് ഒരു വെർബിൻ്റെ സ്പെഷ്യൽ ഫോമാണ്. ഇത് 2 ടൈപ്സ് പാർട്ടിസിപ്പിൾ ഉണ്ട്. ഫസ്റ്റ് ആണ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ, വെർബ് പ്ലസ് ING ഫോമാണ്. പിന്നെ രണ്ടാമത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, വെർബിൻ്റെ പാസ്റ്റ് ഫോമാണ്. അത് വെർബ് പ്ലസ് ED അങ്ങനെയൊക്കെ അവസാനിക്കുന്നത്. എക്സാമ്പിൾ പ്രസൻറ്റ് പാർട്ടിസിപ്പിളിൽ കണ്ടിന്യൂസ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ നടക്കുന്ന പ്രവൃത്തിയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടും, പിന്നെ അഡ്ജക്റ്റീവ് പോലെ വരും. പിന്നെ സെയിം സബ്ജക്റ്റ് 2 ആക്ഷനായിട്ട് വരുമ്പോൾ ഫസ്റ്റ് ആക്ഷൻ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആയിരിക്കും. അതായത് സീയിങ് ദി പോലീസ്മാൻ അത്. പിന്നെ സെയിം സബ്ജക്റ്റ് 2 ആക്ഷൻ അറ്റ് ദി സെയിം ടൈം. ഷീ വെൻറ്റ് ദി ബെഡ്റൂം സിംഗിങ് അങ്ങനെ. പിന്നെ സബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് ആയിട്ടും ഒബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് ആയിട്ടും വരും. ദ ഗേൾ പ്ലേയിങ് ദർ ഈസ് മൈ ഡോക്ടർ അങ്ങനെ. പിന്നെ ഡിഫറെൻറ്റ് സബ്ജക്റ്റായിട്ട് പാർട്ടിസിപ്പിൾ സബ്ജക്റ്റിന് ശേഷം വരും. Okay, yeah. Okay, Sneha. Then Nasira. Yes, ma'am. Try ചെയ്യാം. Okay. Participle. A participle is a verb form that acts like an adjective or is used to make word tenses. അതായത് പാർട്ടിസിപ്പിൾ എന്നത് ഒരു ക്രിയയിൽ നിന്നുണ്ടാകുന്നതാണ്, പക്ഷെ വിശേഷണമായി പ്രവർത്തിക്കുന്നു ചെയ്യുന്നത്. അത് ഒരു നാമത്തെ വിവരിക്കാനോ അല്ലെങ്കിൽ ടെൻസസ് ഉണ്ടാക്കാനോ ഉപയോഗിക്കുന്നു. പിന്നെ പാർട്ടിസിപ്പിൾ 2 ടൈപ്സ് ആണ്. ഫസ്റ്റ് വൺ ഈസ് പ്രസന്റ് പാർട്ടിസിപ്പിൾ, അതായത് ആക്റ്റീവ് വോയിസ് ഓർ ING പാർട്ടിസിപ്പിൾ. എ വെർബ് എൻഡിങ് ING ഈസ് കോൾഡ് പ്രസന്റ് പാർട്ടിസിപ്പിൾ. ഒരു വെർബ് അവസാനിക്കുന്നത് ING-യിലാണെങ്കിൽ അത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. ദി യൂസസ് ഓഫ് പ്രസന്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ, ഒന്ന് കണ്ടിന്യൂസ് ടെൻസിൽ, പിന്നെ അഡ്ജക്റ്റീവ് ആയിട്ട് വരുന്നു. പിന്നെ 2 ആക്ഷൻസ് ആണെങ്കിൽ അത് വേറൊന്നിനോട് ഫോളോ ചെയ്ത് വരുന്ന അതിൽ ആക്ഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ ഈ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുന്നു. പിന്നെ നെക്സ്റ്റ് 2 ആക്ഷൻസ് ആണെങ്കിലും സെയിം ടൈമിലാണ് അതിന്റെ ഇത് വരുന്നത്, അങ്ങനെ ഉപയോഗിക്കുന്നു. പിന്നെ പ്രസന്റ് പാർട്ടിസിപ്പിൾ സബ്ജക്റ്റ് കോംപ്ലിമെന്റ് ആയിട്ടും ഒബ്ജക്റ്റ് കോംപ്ലിമെന്റിലും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ 2 സെന്റൻസിന് ഡിഫറെന്റ് ഇതിൽ വരുമ്പോഴും ആ സബ്ജക്റ്റ്
നൗണ് പ്രോനൗണ് അതിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എക്സാമ്പിൾസ് പറയാൻ കണ്ടിന്യൂസ്ലി എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ദി ബോയ്സ് ആർ വെയിറ്റിംഗ് ഫോർ ദി ട്രെയിൻ. അഡ്ജക്റ്റീവ്ലി എ ഡ്രോണിങ് മാൻ ഗ്രാബ്സ് അറ്റ് എ സ്ക്രൂ. രണ്ട് സെന്റൻസിൽ വരുമ്പോൾ രണ്ട് ആക്ഷൻസിൽ വരുമ്പോൾ സീയിങ് ദി പോലീസ്മാൻ, ദി തീഫ് റാൻ അവേ, ദി ഷീ വെൻ ഇൻ ടു ദി ബെഡ്റൂം സീയിങ്. പിന്നെ സബ്ജക്ട് കോംപ്ലിമെന്റിൽ ദ ഗേൾ പ്ലേയിങ് ദർ ഇസ് മൈ ഡോട്ടർ. ഒബ്ജക്ട് കോംപ്ലിമെന്റ് ആയിട്ട് ഐ ഹേർഡ് എ ബോയ് സീയിങ് എ മെലഡിയസ് സോങ്. പിന്നെ ദി എക്സാമിനേഷൻ ബീയിങ് ഓവർ, ദി ഗേൾ വെന്റ് ഓൺ an excursion. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അതായത് passive participle, a verb usually ending in an ed, d, t, n or n is called past participle. Example: written, spoken, tired, bored, broken. Perfect tense, I have published 6 books in English. Used an adjective, her written French is much better than her spoken French. Subject complement ആയിട്ട് she became tired. Object complement ആയിട്ട് we found all the speak occupied. മാം മനസ്സിലാണോ ചോദിച്ചാല് മനസ്സിലായിക്കണ, അറിയാതിരിക്കുന്നതൊന്നുമില്ല, പക്ഷെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയാത്തതുകൊണ്ടായിരുന്നു മുന്നോട്ട് വരാൻ. ഓക്കെ, മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ക്ലാസ് എടുക്കാൻ ഈ മറ്റുള്ളവർ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ആണോ? അങ്ങനെയാണോ? അങ്ങനെയല്ല, മറ്റുള്ളവർ പറയണത് മനസ്സിലാവും, പക്ഷെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ എങ്ങനെയാണ് മറ്റുള്ളവരെ മനസ്സിലാക്കിക്കേണ്ടത് എന്നുള്ളതുള്ള ഒരു ഓക്കെ ഓക്കെ നസീറ. നിസാനിഷ് ക്ലാസ്സിലെ ഫസ്റ്റ് ടൈം ആണോ? ഞാൻ ഇതിന്റെ പേര് ശ്രദ്ധിച്ച പോലെ തോന്നില്ല. നിസ ആരെങ്കിലും അറിയോ? നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ കുട്ടി? ഇങ്ങനെ ഒരു പേരുള്ള കുട്ടി ഉണ്ടായിരുന്നോ? നോ മാം, ഇടക്ക് കേറലുണ്ടെന്നോ? ഓക്കെ, Full name Khairunisa something. Khairunisa. എന്തോ? എന്ത് പേരാണ്? ഓക്കെ, എന്തായാലും പറയും. നിസ ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് പറയാമോ? ചാപ്റ്റർ 12 പാർട്ടിസിപ്പിൾ. എന്തോ? വോയിസ് ക്ലിയർ ആവുന്നില്ലല്ലോ. Hello ma'am. യാ, ഞാൻ 5 മിനിറ്റ് ഓക്കെ ഓക്കെ യാ, ഇറ്റ്സ് ഓക്കെ. ഓക്കെ, സജ്ജന. പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് ഒരു വെർബ് ഫോം ആണ്. ഇത് ഡിഫറെന്റ് ടൈപ്സിലുള്ള ടെൻസസ് മേക്ക് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. 2 തരത്തിലുള്ള പാർട്ടിസിപ്പിൾസ് ഉണ്ട്, പ്രസന്റ് പാർട്ടിസിപ്പിളും പാസ്റ്റ് പാർട്ടിസിപ്പിളും. പ്രസന്റ് പാർട്ടിസിപ്പിളിനെ ആക്റ്റീവ് പാർട്ടിസിപ്പിൾ എന്നും അല്ലെങ്കിൽ ING പാർട്ടിസിപ്പിൾ എന്നും പറയും. പാസ്റ്റ് പാർട്ടിസിപ്പിളിനെ പാസീവ് പാർട്ടിസിപ്പിൾ എന്നും പറയും. പ്രസന്റ് പാർട്ടിസിപ്പിൾ പ്രസന്റ് ടെൻസ് പോലെ തന്നെ. പ്രസന്റ് ടെൻസ് പ്രസന്റ് പാർട്ടിസിപ്പിൾ INGയിലാണ് എൻഡ് ചെയ്യണത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റൈറ്റിംഗ്, വാക്കിംഗ്, സിംഗിങ്, അങ്ങനെ. പിന്നെ അത് കണ്ടിന്യൂസ് ടെൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ ബോയ്സ് ആർ വെയിറ്റിംഗ് ഫോർ ദ ട്രെയിൻ. അപ്പോൾ പിന്നെ അഡ്ജക്റ്റീവിലും യൂസ് ചെയ്യുന്നുണ്ട്, അഡ്ജക്റ്റീവായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. അതായത് എ ഡ്രോയിങ് മാൻ ഗ്രാസ് അറ്റ് എ സ്ട്രോ. അതായത് അങ്ങനെ അഡ്ജക്റ്റീവ് ആയിട്ടും പ്രസന്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു സബ്ജക്റ്റിന്റെ 2 ആക്ഷൻ
ആയിട്ട് രണ്ട് ആക്ഷൻ ചെയ്യുന്നത് കാണിക്കാനും പ്രസന്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് സീയിങ് ദ പോലീസ്മാൻ, ദ തീഫ് റാൻ അവേ, അങ്ങനെ. പിന്നെ അതുപോലെ സെയിം സബ്ജക്റ്റ് തന്നെ രണ്ട് ആക്ഷൻ ചെയ്യുമ്പോഴും സെയിം ടൈമിൽ തന്നെ സെയിം സബ്ജക്റ്റ് സെയിം ടൈമിൽ തന്നെ രണ്ട് ആക്ഷൻ ചെയ്യുമ്പോഴും അവിടെ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷി വെന്റ് ഇൻ ടു ദ ബെഡ്റൂം സിംഗിങ്. പിന്നെ സബ്ജക്റ്റിനെയും ഒബ്ജക്റ്റിനെയും കോംപ്ലിമെന്റ് ചെയ്ത് യൂസ് ചെയ്യാനും പ്രസന്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ ഗേൾ പ്ലേയിങ് ദർ ഈസ് മൈ ഡോട്ടർ. പിന്നെ 6th വൺ എനിക്ക് ഒന്നും മനസ്സിലായില്ല. പിന്നെ ഓക്കെ, അപ്പോ എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ലയോ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാത്തതിനാണോ എന്നറിയില്ല. എന്താ ഒരു കാര്യം ചെയ്യൂ, എല്ലാവരും നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഈ ചാപ്റ്റർ ഫുള്ള് നോക്കിയിട്ട് വരും. ഓക്കെ, ഒരുപാട് കൺഫ്യൂസിങ് ആക്കുന്നതോ അല്ലെങ്കിൽ കുറച്ച് ടഫായിട്ടുള്ള പോർഷൻസ് ഒന്നും അതിലില്ല. അതുകൊണ്ട് ഈ ചാപ്റ്റർ ഫുള്ള് നന്നായിട്ട് നോക്കിയിട്ട് വരാം, എന്നിട്ട് പ്രിപ്പയർ ആയിട്ട് വരാം, ക്ലാസ് എടുക്കാൻ വേണ്ടി പ്രിപ്പയർ ആയിട്ട് വരാം. ഓക്കെ, അറിയാലോ ഞാൻ പറഞ്ഞ പോലെ നമ്മള് കുഞ്ഞു കുട്ടികൾക്കാണ് ക്ലാസ് എടുക്കുക. സോ ആ രീതിയിൽ പറയണമെന്നില്ല. നോർമലി നമുക്ക് എങ്ങനെയാണ് നമ്മൾ ക്ലാസ് എടുക്കുക, എങ്ങനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം, അത് എത്രത്തോളം സിമ്പിൾ ആയിട്ട് നമുക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ഓക്കെ, ആ ഒരു രീതിയിലൊന്ന് ക്ലാസ് എടുക്കാൻ മാക്സിമം നിങ്ങൾ നോക്കാം. ഓക്കെ, കാരണം നിങ്ങളിപ്പോ എങ്ങനെയാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പെട്ടെന്ന് അത് ഒന്ന് ക്ലാസ് എടുക്കാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അടിപൊളിയായിട്ട് ജസ്റ്റ് നോക്കി പറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് എങ്ങനെ എത്രത്തോളം ബെറ്റർ ആക്കി പറയാൻ പറ്റും. അതില് എനിക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞു. ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് ഏതാണോ ലാംഗ്വേജ് കംഫർട്ടബിൾ ഏതാണോ ആ ലാംഗ്വേജിൽ നമുക്ക് ക്ലാസ് എടുക്കാം കേട്ടോ. മാക്സിമം നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രിപ്പയർ ചെയ്ത് വരുമ്പോ ഇംഗ്ലീഷിൽ തന്നെ ക്ലാസ് എടുക്കാൻ നോക്കാം. ഓക്കെ, മോസ്റ്റ്ലി നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ ക്ലാസ് എടുക്കണം. അതിനിടയിൽ ചെറിയ ചെറിയ മലയാളം നിങ്ങൾക്ക് കൊണ്ടുപോകാം, സംസാരിക്കാം, കുഴപ്പമില്ല. പക്ഷേ ഇംഗ്ലീഷിൽ തന്നെ മാക്സിമം ക്ലാസ് എടുക്കാൻ നോക്കാം. ഇംഗ്ലീഷിൽ തന്നെ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ നോക്കണം. ഓക്കെ, എന്നിട്ട് വേണമെങ്കിൽ മീനിങ് മലയാളത്തിൽ വേണ്ടി പറഞ്ഞു കൊടുക്കാം. ക്ലിയർ? അതുകൊണ്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ പ്രിപ്പയർ ചെയ്തിട്ട് വരാം. ഈ ഗ്രൂപ്പായിട്ടൊന്നും ഞാൻ ഡിവൈഡ് ചെയ്യുന്നില്ല, ഓരോരുത്തരായിട്ട് തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെയാണെങ്കിലും ക്ലാസ് എടുക്കാവുന്നതാണ് കേട്ടോ. പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യാം, എന്ത് ആക്ടിവിറ്റിയിലൂടെയോ എങ്ങനെയാണെങ്കിലും ക്ലാസ് എടുക്കാവുന്നതാണ്, നിങ്ങളുടെ ഇഷ്ടമാണ്. സോ മാക്സിമം നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് വരാം. ക്യാമറ ഓൺ ചെയ്യാം, ലൈക്ക് എങ്ങനെയാണ് ലൈവ് ക്ലാസ് എങ്ങനെയാണ് പോവാ ആ രീതിയിൽ തന്നെ ക്ലാസ് എടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ? യെസ്. Okay, so let's wind up today's class. Chandra, sign out. Sign out പറയുമ്പോൾ കുറച്ച് നേരം സ്റ്റക്ക് ആണ്. ആരെങ്കിലും ഒക്കെ പറയും. Good morning, ma'am. Thank you to all the students who took today's class. Your presentations and effort were really appreciated. With the gratitude to everyone, I am signing out now. See you in the next class. Thank you. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ പോലെ കറക്റ്റ് ടൈമിൽ തന്നെ ജോയിൻ ചെയ്യാം. പ്രയർ ആണെങ്കിൽ സൈൻ ഔട്ട് ആണെങ്കിൽ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, എല്ലാവരും റെഡി ആയിട്ട് വരാം, പ്രിപ്പയർ ആയിട്ട് വരാം. പ്രിപ്പയർ ആയിരിക്കുന്നോളൂ കേട്ടോ. ചിലപ്പോൾ ആരെങ്കിലും ലീവ് വന്നാൽ ചിലപ്പോൾ ഞാൻ ക്ലാസ് എടുക്കേണ്ടി വരും, പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഓൾവേസ് പ്രിപ്പയർ ആയിട്ടിരിക്കുക. ഈ 2 ദിവസം ഉണ്ടല്ലോ, സാറ്റർഡേ സൺഡേസ് ഉണ്ട്, പ്രിപ്പയർ ആയിരിക്കുക. ഓക്കെ, ക്ലിയർ? താങ്ക് യു. ഏത് ദിവസമായിരിക്കും ക്ലാസ്? എന്തോ മാമിന് ഇനി ഏത് ദിവസമാണ് ക്ലാസ് എടുക്കുന്നതെന്ന് മാം? നോർമലി എനിക്ക് ഫ്രൈഡേ ആണ് ക്ലാസ് വരാം. പക്ഷെ ആരെങ്കിലും ലീവ് വരാണെങ്കിൽ ചിലപ്പോ വരേണ്ടി വരും, അറിയില്ല എനിക്ക്. അതുകൊണ്ട് നിങ്ങൾ എപ്പോ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ഞാൻ നേരത്തെ കയറി വരുമ്പോൾ മിസ്റ്റേക്ക് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, മിസ്റ്റേക്ക് ചെയ്തെന്ന് പറയണ്ട. സാറ്റർഡേ സൺഡേസ് ഉണ്ട്. പ്രതീക്ഷിച്ചിരിക്കാറ് മാം എപ്പോഴും അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്നോണ്ട് എപ്പോഴും പ്രതീക്ഷിച്ചിരിക്കാറുണ്ട്. ഞാൻ അൺഎക്സ്പെക്ടഡ് ഒക്കെ വരുള്ളൂ, അതുകൊണ്ട് പ്രതീക്ഷിക്കുക എപ്പോഴും. ഞാൻ വരുമ്പോൾ ഞെട്ടരുത്, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതൊക്കെ നേരത്തെ പറയുന്നത്. പ്രിപ്പയർ ആയിട്ടിരിക്കുക കേട്ടോ എല്ലാവരും. ഓക്കെ, സോ താങ്ക് യു ഓൾ. സീ യു ഓൺ നെക്സ്റ്റ് ക്ലാസ്. Thank you, ma'am. Thank you, ma'am.